അപ്പോൾ അമേരിക്കയും യു ടേൺ അടിച്ചു. അമേരിക്കയിൽ ഇനി ആണും പെണ്ണും മാത്രം എന്നാണ് ട്രംപ് പറഞ്ഞത്. Henceforth be the official policy of the United States government that there are only two genders, male and female. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ യു ടേൺ അടിക്കേണ്ടി വരുന്നത്? LGBTQ പോലെയുള്ള ജെൻഡർ ന്യൂട്രാലിറ്റി പോലെയൊക്കെയുള്ള ആശയങ്ങൾ സമൂഹത്തിലുണ്ടാക്കുന്ന അപകടകരമായ പ്രത്യാഘാതങ്ങൾ പല രാജ്യങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിലുണ്ടാക്കുന്ന അരാജകത്വം, ഡിപ്രഷൻ, മാനസിക സമ്മർദ്ദങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി അവസാനം സ്രഷ്ടാവിൻ്റെ ആ പ്രകൃതി വ്യവസ്ഥയിലേക്ക് തന്നെ മടങ്ങേണ്ടി വരികയാണ്. നമുക്കറിയാം സ്രഷ്ടാവ് ഇവിടെ മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? ആണും പെണ്ണും എന്ന ലിംഗഭേദത്തോടു കൂടെയാണ്. രണ്ടു കൂട്ടർക്കും അവരുടേതായ അസ്തിത്വമുണ്ട്, വേർതിരിവുകളുണ്ട്, പ്രത്യേകതകളുണ്ട്. ശാരീരികവും മാനസികവും അഭിരുചിയിലുമൊക്കെ ആണും പെണ്ണും വ്യത്യസ്തത പുലർത്തുകയാണ്. അപ്പോൾ ആണും പെണ്ണും അവരുടെ അസ്തിത്വത്തിൻ്റെ സവിശേഷതകൾ മനസ്സിലാക്കി സ്വസ്ഥമായി അവർക്കിവിടെ ജീവിക്കാനുള്ള അവസ്ഥകൾ ഉണ്ടാക്കുകയാണ് വേണ്ടത്. അതല്ലാതെ അസ്തിത്വം പരസ്പരം വെച്ചുമാറലല്ല. ആണിനെ പിടിച്ച് പെണ്ണാക്കുക, പെണ്ണിനെ പിടിച്ച് ആണാക്കുക, ഇതല്ല വേണ്ടത്. മറിച്ച് ഓരോരുത്തർക്കും അവരുടേതായ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ മനസ്സിലാക്കി അവർക്ക് അർഹിക്കപ്പെടുന്ന ആദരവും അർഹതയും അവകാശങ്ങളും നീതിയും ഒക്കെ നൽകി സമാധാനത്തോടുകൂടെ രണ്ട് അസ്തിത്വവും ഇവിടെ അവർക്ക് ജീവിക്കാനുള്ള അവസരം ഉണ്ടാകണം. അതിനു പകരം ആ സൃഷ്ടാവിൻ്റെ പ്രകൃതി വ്യവസ്ഥയെ മാറ്റിമറിച്ച് പല രൂപത്തിലുള്ള വൈകൃതമായ ആശയങ്ങളിലേക്കും ജനങ്ങൾ പോകുമ്പോൾ പലപ്പോഴും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഓരോ രാജ്യവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ട്രംപിൻ്റെ ഈ പ്രഖ്യാപനം. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഒരു ആശയം മുസ്ലിമീങ്ങൾ പറഞ്ഞാൽ അവർക്ക് 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടിയിട്ടില്ല, പുരോഗമനം തിരിയാത്തവരാണ് എന്നൊക്കെയുള്ള കമൻറ്റുകളാണ് സമൂഹത്തിൽ നമ്മൾ കേട്ടത്. എന്നാലോ ട്രംപ് പറഞ്ഞാൽ ആർക്കൊരു കുഴപ്പമില്ല, അമേരിക്ക പറഞ്ഞാൽ ഇവിടെ ആർക്കൊരു പ്രശ്നമല്ല. ഇത്തരം ആളുകൾ ഇപ്പോൾ വായ തുറക്കുന്നുമില്ല. ട്രംപ് 6-ാം നൂറ്റാണ്ടിലാണോ അതോ 16-ാം നൂറ്റാണ്ടിലാണോ ഇവർ പറയുന്നില്ലല്ലോ. മാത്രമല്ല നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇങ്ങനെയുള്ള ഒരു പ്രഖ്യാപനം ഒരു മുസ്ലിം രാജ്യത്ത് നിന്നാണ് ഉണ്ടായിട്ടുള്ളത് എങ്കിൽ, ഫോർ എക്സാമ്പിൾ സൗദി അറേബ്യയിൽ നിന്നാണ് ഇങ്ങനൊരു പ്രഖ്യാപനം, ഇനി ആണും പെണ്ണും മാത്രം എന്നൊക്കെയുള്ളൊരു പ്രഖ്യാപനം വന്നത് എന്ന് നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക. എന്തായിരിക്കും നമ്മുടെ നാട്ടിലെ അവസ്ഥ? അന്തിച്ചർച്ചകൾ, ചാനൽ ചർച്ചകൾ, എന്നിട്ട് എന്തായിരിക്കും അതിലൊക്കെ മുഴങ്ങിക്കേൾക്കുക? കാടൻ നിയമം, കാടത്വം, ലോകം തിരിയാത്തവർ, പുരോഗമനം തിരിയാത്തവർ, 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര നിയമങ്ങൾ, ഇതൊക്കെ നമ്മൾ കേൾക്കും. പക്ഷേ ട്രംപിനെ സംബന്ധിച്ചോ അമേരിക്കയെ സംബന്ധിച്ചോ ഇങ്ങനെയുള്ള യാതൊരു നിലക്കുള്ള കമൻറ്റുകളും നമ്മൾ കേട്ടില്ല എന്ന് മാത്രമല്ല ഇത് നന്നായി എന്ന നിലക്കാണ് പലരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതാണെങ്കിലും നന്നായെങ്കിൽ നമുക്ക് സമാധാനമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും ഈ ആശയം ജനങ്ങൾ മനസ്സിലാക്കുമല്ലോ. സ്രഷ്ടാവ് സൃഷ്ടിച്ചു വെച്ച പ്രകൃതി വ്യവസ്ഥ അത് മനസ്സിലാക്കി അത് ഓരോരുത്തരുടെ അസ്തിത്വം മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് സമാധാനം എന്ന സന്ദേശം മനസ്സിലാക്കുമ്പോൾ അതിൽ സന്തോഷമുണ്ട്. ലോകത്തിന് ട്രംപിൻ്റെ ഈ ഒരു പ്രഖ്യാപനം ഗുണം ചെയ്യട്ടെ എന്ന് ഞാൻ ആശിച്ചു പോകുകയാണ്. അതോടൊപ്പം തന്നെ ഈ ജെൻഡർ ഭ്രാന്ത് പിടിച്ച ആളുകൾക്കുണ്ടല്ലോ, അവർക്കൊക്കെ തിരിച്ചറിയാനുള്ളൊരു അവസരവും കൂടി ഇതാകട്ടെ എന്നുകൂടെ പ്രത്യാശിക്കുന്നു.